ഏറ്റവും ദ ബെസ്റ്റ് രീതിയിലുള്ള ഒരു തിയേറ്ററാണ് പരപ്പനങ്ങാടിക്ക് മാജിക് ഫ്രെയിംസ് സമ്മാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു 30 വർഷം പിന്നിലേക്ക് പോയിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പരപ്പനങ്ങാടിയിലേക്ക് പൊക്കോളാനാണ്. 50 സ്ക്രീനുകൾ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് 100ലേക്ക് എത്തിക്കലാണ് ലിസ്റ്റിൻ സാറിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ഉദ്ദേശം. പരപ്പനങ്ങാടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്റർ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മുന്നേ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല തിയേറ്ററുകൾക്കും സീറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് വൃത്തിയായിട്ടും അതുപോലെ തന്നെ മാന്യതയോടെയും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. എൻ്റെ ചോദ്യം പരപ്പനങ്ങാടിക്കാരോടാണ്. നിങ്ങളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക? സ്വാഭാവികമായിട്ടും നല്ല സീറ്റുകൾ, എയർ കണ്ടീഷൻ ചെയ്ത നല്ല വൃത്തിയുള്ള ഹാള്, വിശാലമായിട്ടുള്ള ലോബി, നല്ല പാർക്കിംഗ്, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, നല്ല വൈവിധ്യമാർന്ന ഐറ്റംസ് ലഭിക്കുന്ന കഫറ്റീരിയ, ഇതൊക്കെ ഉറപ്പായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ലേ? നിങ്ങളോട് മറ്റു നാട്ടിലുള്ള സിനിമാ പ്രേമികൾ പറഞ്ഞ ആ ഒരു വലിയ പരാതി ഉണ്ടല്ലോ, പരപ്പനങ്ങാടിയിൽ നല്ലൊരു തിയേറ്ററിൽ എന്നുള്ള പരാതി, ആ ഒരു പരാതി ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന തിയേറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മുടെ പഴയ പ്രയാഗ് തിയേറ്റർ ഉണ്ടല്ലോ, പരപ്പനങ്ങാടി ടൗണിൽ തന്നെയുള്ള ആ ഒരു പ്രയാഗ് തിയേറ്റർ നമ്മുടെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുകയും 2 സ്ക്രീനുകളോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് ആയിട്ട് നവീകരിച്ചതാ ഇപ്പോൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ നമ്മുടെ ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. അപ്പൊ നമുക്ക് തിയേറ്ററിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ തിയേറ്ററിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി ടൗണിൽ തന്നെ ബീച്ച് റോഡിലാണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. പഴയ നമ്മുടെ പ്രയാഗ് തിയേറ്ററിന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചറിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ACP വർക്കും അതുപോലെ തന്നെ പുതിയ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ട് തന്നെ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറമേ നിന്ന് കണ്ടാൽ നമുക്ക് ആ ഒരു പഴയ പ്രയാഗ് തിയേറ്റർ ആണെന്നുള്ള ഒരു തോന്നില്ല, അത്ര മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു പാർക്കിംഗ് ഏരിയ നമുക്ക് ഒരു ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. പാർക്കിംഗ് ഏരിയയിൽ നിന്നിരുന്ന ആ ഒരു വൃക്ഷങ്ങളെയൊക്കെ അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തണല് നമുക്ക് ഈ ഒരു ചൂടുകാലത്ത് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടന ദിവസം തന്നെയാണ്. അത്യാവശ്യം വർക്കുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് മറ്റു കാഴ്ചകൾ കാണാം. സിനിമയുടെയും തിയേറ്ററുകളുടെയും കാര്യത്തിൽ പരപ്പനങ്ങാടി കുറച്ച് വർഷം പിന്നിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നും പാക്കറ്റിൽ കപ്പലണ്ടിയും അതുപോലെ തന്നെ 10 രൂപയ്ക്ക് ചായയും അതുപോലെ തന്നെ പഴയ മോഡലിലുള്ള സീറ്റുകളും, എന്തിന് നമ്മളൊരു സിനിമ കാണാനോ അല്ലെ തിരിച്ചു വരാനോ പഴയ രീതിയിലുള്ള ട്രക്കർ ജീപ്പുകളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു പരപ്പനങ്ങാടി. അപ്പോൾ ആ ഒരു ടൗണിൽ വളരെ മാറ്റങ്ങൾ വരുത്താൻ തക്കതായ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രയാഗ് തിയേറ്റർ മാജിക് ഫ്രെയിംസിൻ്റെ നേതൃത്വത്തിൽ ഓപ്പൺ ആയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ തിയേറ്ററിൻ്റെ ലോബിയാണ്. അത്യാവശ്യം വളരെ വിശാലമായ ഒരു T ഷേപ്പിലുള്ള ലോബിയാണ് കേട്ടോ. ധാരാളം ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലോബിയിൽ തന്നെ ലേഡീസ്, ജെൻസ്, ഹാൻഡിക്യാപ്ഡ് ഇത്രയും ടോയ്ലറ്റ്സ് വളരെ വൃത്തിയുള്ളതും നീറ്റുമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഫേ അറ്റ് മാജിക് ഫ്രെയിംസ് പറയുന്ന മാജിക് ഫ്രെയിംസിൻ്റെ തന്നെ ഒരു കഫറ്റീരിയ, അതിനു പുറമെ ടിക്കറ്റ് കൗണ്ടർ ശരിക്കും നമുക്ക് അകത്തു നിന്നും, അതായത് ലോബിയുടെ ഉള്ളിൽ നിന്നും വെളിയിൽ നിന്നും പാർക്കിങ്ങിൽ നിന്നും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബുക്കിംഗ് ആ പാർട്ട്ണറായിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആപ്പാണ്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 2 സ്ക്രീനുകളിലും 180 റുപ്പീസ് ആണ്. ക്യാഷ് പേയ്മെന്റ്, UPI പേയ്മെന്റ്, ഈ 2 പേയ്മെന്റ് ഓപ്ഷൻസും ഇവിടെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പരപ്പനങ്ങാടിയിൽ ഒരു തിയേറ്ററിൽ ഒരു വർഷം മുന്നേ സിനിമ കാണാൻ വന്നപ്പം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് എന്താണെന്ന് വെച്ചാലേ, നിങ്ങൾക്കൊരു 30 വർഷം പിന്നിലേക്ക് പോയിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പരപ്പനങ്ങാടിയിലേക്ക് പൊക്കോളാനാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും 100 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് ചാർജിൽ നോൺ AC, അതായത് ഒരു 30 വർഷം പിന്നിലേക്കുള്ള ടെക്നോളജിയിൽ ട്രഡീഷണൽ രീതിയിലുള്ള തിയേറ്ററുകളാണ് പരപ്പനങ്ങാടിയിലുള്ളത്. അപ്പോൾ എൻ്റെ പിന്നിലുള്ള ഈ ഒരു കാഴ്ച കാണുന്ന ഒരു പരപ്പനങ്ങാടിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് തിയേറ്ററുകളെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ പരപ്പനങ്ങാടിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തിയേറ്റർ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രയാഗ് സിനിമാസ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ സ്ക്രീൻ 1 ആണ്. കിഡിലോൽ സീറ്റുകൾ, നല്ല കൂളിംഗ് ഉള്ള AC, അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസ്, നല്ല ലേറ്റസ്റ്റ് ടെക്നോളജി, ഇതെല്ലാം കൂടി ചേർന്ന എന്താ പറയുക അത്രയും നല്ലൊരു കോംബോയാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ വർക്കൗട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ സ്ക്രീൻ 1ൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറുള്ള സീറ്റുകളും ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയറുമാണ് വന്നിരിക്കുന്നത്. ആ ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 കളറിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ഇങ്ങനെ എന്താ പറയുക ഒരു ആർച്ച് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയിലുള്ള അതേ കളർ തീമിൽ തന്നെയാണ് ഏകദേശം ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ്സുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂത്താട്ടൂർ
കാട്ടുകുളത്തുള്ള ബി ലൈറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് ഓടിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് വന്ന തിയേറ്ററുകളിലും അതുപോലെ തന്നെ നവീകരിച്ച് വന്ന തിയേറ്ററുകളിലൊക്കെ സീറ്റ്സ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തന്നെ പല ബ്രാൻഡുകളാണ് ചെയ്തിരുന്നത്. ആ ഒരു മോഡൽ സീറ്റുകൾ ഇപ്പോൾ ധാരാളം തിയേറ്ററുകൾ നമ്മൾ കാണുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഒരു മിനി സോഫ സ്റ്റൈലുള്ള സീറ്റുകളാണ്. പക്ഷേ നമ്മുടെ പരപ്പനങ്ങാടി മാജിക് ഫ്രെയിം സിനിമാസിലെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് നമ്മുടെ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള SR സീറ്റ്സ് ആണ് ഈ ഒരു സീറ്റുകൾ ചെയ്തിരിക്കുന്നത്. മുന്നേ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല തിയേറ്ററുകൾക്കും സീറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഈ ഒരു SR സീറ്റ്സ് തന്നെയാണ്. SR സീറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഡ്യൂറബിൾ ആണ് സീറ്റ്സ്, അതുപോലെ തന്നെ വളരെ കംഫോർട്ടാണ്. കാഴ്ചയിൽ ഭയങ്കര ഒരു എന്താ പറയുക സോഫ ലുക്കൊന്നും തോന്നില്ലെങ്കിലും ഇരുന്ന് കാണാനുള്ള ആ ഒരു ഫീല് പക്കയാണ്. അപ്പോൾ ഈ ഒരു ഹാളിൽ ആകെ 212 സീറ്റുകളാണുള്ളത്. എല്ലാം ഈ ഒരു മോഡലിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ്. സാധാരണ നമ്മൾ തിയേറ്റേഴ്സിൽ കാണുന്ന രീതിയിൽ സോഫ അല്ലെ പ്രീമിയം ക്ലാസ് അങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ക്രമീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 180 രൂപയാണ്. അത് സ്ക്രീൻ 1-ലും സ്ക്രീൻ 2-ലും സെയിം ടിക്കറ്റ് ചാർജ് ആണ്. അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ലെഗ് സ്പേസും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ ധാരാളം നവീകരിച്ച തിയേറ്ററുകളുടെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ 2 സ്ക്രീനായിട്ട് എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു തിയേറ്ററായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു പ്രയാഗ് സിനിമാസാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ വലിപ്പത്തിലുള്ള 2 സ്ക്രീനുകളും അതുപോലെ തന്നെ നടുവിൽ നല്ല വിശാലമായിട്ടുള്ളൊരു ലോബിയും ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സീറ്റുകളുടെ ക്രമീകരണത്തിലാണെങ്കിലും ഇത് ആക്ച്വലി ഒരു ടെക്നിക്കൽ സൈഡിൽ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ 4 പേരുള്ള ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 4 സീറ്റുകൾ എടുക്കാം. നടുക്കൂടെ വഴി കൊടുത്തിട്ടില്ല, പകരം 2 സൈഡിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു 3 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സൈഡിലും സീറ്റ്സ് എടുക്കാം. പക്ഷേ ബെറ്റർ വ്യൂവിംഗ് ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ ഒരു സെൻട്രൽ ഏരിയ തന്നെ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം, പരപ്പനങ്ങാടിയിലെ ആദ്യത്തെ ഡോൾബി അറ്റ്മോസ് തിയേറ്റർ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം പൾസിൻ്റെ ബ്രാൻഡ് ന്യൂ സ്പീക്കറുകളാണ്. ഹാളിൽ 2 വശങ്ങളിലായിട്ട് 2 സബൂഫറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ 4K ലേസർ പ്രൊജക്ഷനാണ്. അതും പരപ്പനങ്ങാടിയിലെ ഫസ്റ്റ് ലേസർ പ്രൊജക്ഷൻ. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം 40 അടിക്ക് മുകളിൽ വീതിയുള്ള ചെറിയൊരു കർവോട് കൂടിയ നല്ല കിഡിലൻ അത്യുഗ്രൻ സിൽവർ സ്ക്രീനാണ്. ഏകദേശം ഈ ഒരു ഹാളിൻ്റെ ആ ഒരു ഡയമെൻഷനെ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് സീറ്റ്സും അതുപോലെ തന്നെ സ്ക്രീനും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വൃത്തിയിൽ ഇത്രയും ഭംഗിയിലൊരു തിയേറ്റർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വൃത്തിയായിട്ടും അതുപോലെ തന്നെ മാന്യതയോടെയും ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സ്ക്രീൻ 2-ൽ പോയിട്ട് ഇനി അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം. സ്ക്രീൻ 1-ൽ നിന്ന് നമ്മളിപ്പോൾ സ്ക്രീൻ 2-ൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി നിങ്ങളെ കുറേയധികം പറഞ്ഞ് ബോറടിപ്പിക്കത്തക്ക ഒരു സംഗതികളും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ 1-ഉം സ്ക്രീൻ 2-ഉം ഓൾമോസ്റ്റ് സെയിം ഡയമെൻഷൻ, ഓൾമോസ്റ്റ് സെയിം സീറ്റിംഗ്, ഓൾമോസ്റ്റ് സെയിം ഇൻറ്റീരിയർ. ആകെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കണ്ടതൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ 2-ലേക്ക് വരുമ്പോൾ അതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനായിട്ട് മാറും. അതുപോലെ തന്നെ സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെയിം മോഡലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ട അതേ ലെഗ് സ്പേസും അതേ കംഫർട്ടും നമുക്ക് ഈ ഒരു സ്ക്രീൻ 2-ലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ, അതായത് സ്ക്രീനിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഓഡി 1-ൽ കണ്ട പോലെ തന്നെ ഏകദേശം 40 അടിക്കടുത്ത് വീതിയുള്ള ഒരു സിൽവർ സ്ക്രീനാണ് ഈ ഒരു ഹാളിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഹാളിൽ നിന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു ഹാളിൻ്റെ പിന്നിൽ പോയിട്ട് നിങ്ങളോട് പറയാം കേട്ടോ. ഹാളിൻ്റെ ഏറ്റവും പിന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ വളരെ ചില്ലിങ് ആയിട്ടുള്ള എന്താ പറയുക, പരപ്പനങ്ങാടിക്കാർ ആദ്യമായിട്ടായിരിക്കും ഒരു AC തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാൻ പോകുന്നത്, അത് പരപ്പനങ്ങാടിയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സ്പീക്കേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് പൾസിൻ്റെ ആണ്. ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റമാണ്. അതുപോലെ തന്നെ പ്രൊജക്ടർ എന്ന് പറയുന്നത് NECയുടെ 2K ലേസർ പ്രൊജക്ടറാണ് വന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, പഴയ പ്രയാഗ് തിയേറ്ററിനെ 2 ഹാളാക്കി സാധാരണ പല തിയേറ്ററുകളും ചെയ്യുന്ന പോലെ ഒരു വലിയ ഹാളും ഒരു കുഞ്ഞൻ ഹാളുമായിട്ട് ചെയ്യാതെ രണ്ടും ഒരേ സൈസിലുള്ള ഹാളുകളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ 1-ലും സ്ക്രീൻ 2-ലും അത്യാവശ്യം നല്ല ഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പിന്നിലത്തെ നിരയിൽ ഇരുന്ന് കഴിഞ്ഞാലും സ്ക്രീനിലേക്കുള്ള ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറയുന്നത് നല്ല പക്കായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ് നമ്മൾ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. എന്തായാലും നിങ്ങളിവിടെ ഒന്ന് സിനിമ കാണുമല്ലോ, സിനിമ കണ്ടിട്ടുള്ള നിങ്ങളുടെ റിവ്യൂ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ.
നമസ്കാരം. പരപ്പനങ്ങാടിയിൽ മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ 2 സ്ക്രീൻ ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഈ പരപ്പനങ്ങാടി തിയേറ്റർ ഏറ്റെടുക്കുമ്പോൾ AC ഇല്ലാത്ത തിയേറ്ററുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം മാജിക് ഫ്രെയിംസിന്റെ ഒരു തിയേറ്റർ പോലും AC ഇല്ലാത്ത തിയേറ്റർ ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ 4K ആയിരിക്കണം, അറ്റ്മോസ് ഉണ്ടായിരിക്കണം, അതിന്റെ പ്രൊജക്ടർ നല്ലതായിരിക്കണം. അപ്പം എല്ലാം കൊണ്ടിട്ടും ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ള ഒരു തിയേറ്ററാണ് പരപ്പനങ്ങാടിക്ക് മാജിക് ഫ്രെയിംസ് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ തിയേറ്റർ ഓപ്പൺ ആയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ആപ്പ് വഴിയാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അല്ലാത്തവർക്ക് ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പരപ്പനങ്ങാടിയിൽ ഒരു 35 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു തിയേറ്ററാണ് പ്രയാഗ്. ഇപ്പോൾ ലിസൺ സ്റ്റീഫൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. നല്ല പ്രൊജക്ഷനും നല്ല സൗണ്ടും മറ്റെല്ലാ സജ്ജീകരണങ്ങളും കൂടിയ തിയേറ്റർ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. നാട്ടുകാരായ എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇവിടെ. മാജിക് ഫ്രെയിംസ് സിനിമാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയതിന് ശേഷം 38ാമത്തെ സ്ക്രീനാണ് ഇപ്പം പരപ്പനങ്ങാടി ഈ കൊച്ചുപട്ടണത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. പ്രയാഗ് എന്ന പേരിൽ മുമ്പ് നടത്തിയിരുന്ന വലിയ 10,900 സീറ്റുള്ളൊരു തിയേറ്ററായിരുന്നു ഇത്. കാലോചിതമായ മാറ്റങ്ങൾ ആ സമയത്ത് ഇതിന് വരുത്താൻ പറ്റിയിട്ടില്ല. പരപ്പനങ്ങാടി അത്തരം സാധ്യതകളുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉടമ ഹരിദാസ് ഏട്ടൻ നമ്മളെ ഏൽപ്പിക്കുകയും അതിന്ന് 2 സ്ക്രീനായി ഇന്ന് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സാധ്യതയുള്ളൊരു പട്ടണമാണ് പരപ്പനങ്ങാടി. ഒരു കാലഘട്ടത്ത് ഷിഫ്റ്റിംഗ് ക്യാമ്പായിരുന്ന ഈ സ്ഥലം അവിടുന്ന് ഒരു 10 വർഷം മുമ്പേ റിലീസ് അനുവദിച്ച സമയം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റിലീസ് വ്യാപിപ്പിച്ചപ്പോൾ പരപ്പനങ്ങാടിക്കും റിലീസ് കിട്ടി. പക്ഷേ റിലീസ് ചിത്രങ്ങൾ വന്നു എന്നല്ലാതെ ഇവിടെ അങ്ങനെയൊരു മാറ്റം പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷെ അത് ഞങ്ങൾ 101% അഭിമാനത്തോടെ പറയുന്നു, അത് പരിഹരിക്കപ്പെട്ടു. സിനിമാ പ്രേമികൾക്ക് ഇന്ന് വന്ന ഏകദേശം പ്രേക്ഷകർക്ക് ഈ ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്ന പ്രേക്ഷകർക്ക് അത് ബോധ്യമായി. ഇവിടെ ഒരു പുതിയ തുടക്കമായി പരപ്പനങ്ങാടി പട്ടണത്തിന് മാറുമെന്നുള്ളത് വിശ്വാസം നമുക്കുണ്ട്. പരിമിതമായ കുറച്ച് പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ ഞങ്ങൾ മറികടന്നിട്ടാണ് ഈ ഒരു ഒരു പരീക്ഷണം ഞങ്ങളിവിടെ നടത്തിയത്. 4K ഡോൾബി അറ്റ്മോസ് അതാണ് നമ്മുടെ RGB ലേസർ, അതാണ് സ്ക്രീൻ 1. സെക്കൻഡ് സ്ക്രീന് 2K ആണ്, 7.1 ആണ്. ക്യൂബ് സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സീറ്റുകളൊക്കെ SR സീറ്റ്സാണ്, SR ബാംഗ്ലൂരിൻ്റെ സീറ്റാണ്. ഞങ്ങളെ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ്, മാജിക് ഫ്രെയിമിൻ്റെ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് SRൻ്റെ സീറ്റുകൾ വെച്ചിരിക്കുന്നത്. ഇത് PVR പോലെയുള്ള അല്ലെങ്കിൽ സിനി പോലീസ് പോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സീറ്റിംഗ് സംവിധാനമാണിത്. വളരെ കംഫർട്ടാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതേപോലെ ഒരുവിധം നമ്മളെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇന്ന് മൾട്ടിപ്ലസിനോട് കിടപിടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അതിലപ്പുറമോ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. അതായത് 4 വർഷം മുമ്പ് 50 സ്ക്രീനുകൾ പൂർത്തീകരിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ദൈവകടാക്ഷം കൊണ്ട് അത് 100ലേക്ക് എത്തിക്കലാണ് ലിസ്റ്റിൻ സാറിൻ്റെയും ഞങ്ങളുടെ ടീമിൻ്റെയും ഉദ്ദേശം. ലിസ്റ്റിൻ സാറിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസ് സിനിമാസ് ലിമിറ്റഡ് ഈ 3 വർഷത്തിനുള്ളിൽ ഇത്രയധികം ഉയരങ്ങളിലേക്ക് എത്താനുള്ള പ്രചോദനം. അതുപോലെ തന്നെ എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റം, അത് ടെക്നിക്കൽ സൈഡായിക്കോട്ടെ,
അല്ലെങ്കിൽ എന്താ പറയേണ്ടത് തിയേറ്ററിൻ്റെ റണ്ണിങ് സൈഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലുപരിയായിട്ട് നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ നമ്മളെ എറണാകുളത്തെ കാക്കനാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങളൊരു 4 സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇരിട്ടി അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ കണ്ണൂരുള്ള വലിയൊരു പട്ടണം. ഒരു കാലഘട്ടങ്ങളിൽ 5-6 തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിർഭാഗ്യവശാൽ അതൊക്കെ അടച്ചുപോയി. അതാണ് ഇനി അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന തിയേറ്ററുകൾ. പിന്നെ എനിക്ക് ഈ പരപ്പനങ്ങാടി നിവാസികളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങളുടെ മുന്നോട്ട് ഇനിയുള്ള പോക്കിൻ്റെ ഒരു പ്രചോദനം. അതായത് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും കോടികൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇതുപോലെ നഗരത്തിൽ ചെയ്യേണ്ട ഫെസിലിറ്റിയാണ് ഞങ്ങൾ ഈ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഈ പ്രസ്ഥാനം വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് നിങ്ങളോട് ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പഴയ തിയേറ്ററിന് കൂടി പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്, അതും നമ്മുടെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കുകൾക്കിടയിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെതായ ചില പരിമിതികളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു തിയേറ്ററിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.